അപ്പം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് 3⁻33 നമുക്ക് 3⁻³ × 11 എന്ന് എഴുതിക്കൂടെ? ഈ 33 നമുക്ക് 11 × 3 എന്ന് എഴുതിക്കൂടെ? എഴുതാം അല്ലേ? അതുപോലെ തന്നെ ഈ 22 നമുക്ക് 2 × 11 എന്ന് എഴുതാമല്ലോ അല്ലേ? ഓക്കെ, ഫൈൻ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ്, ഇവിടെ രണ്ടുപേർക്കും 11 കോമൺ ആണല്ലേ? യെസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്കറിയാം a⁻m the whole raised to n എന്ന് പറഞ്ഞാൽ എന്താണ്? a⁻mn ആണല്ലേ? അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം? ഇതിനെ 3⁻³ the whole to the power of 11 into 2⁻² the whole to the power of 11 ഇങ്ങനെ എഴുതാമല്ലോ അല്ലേ? ഓക്കെ, പിന്നെ അകത്തുള്ള സാധനം ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. 3⁻³ എത്രയാ? 27. അപ്പോൾ 27 റൈസ് ടു ദ പവർ ഓഫ് 11 ഇൻറ്റു എന്തായി? 2⁻² എത്രയാണ്? 4 അല്ലേ? 4 to the power of 11 അല്ലേ? അപ്പോൾ നമുക്കറിയാം a⁻m ഇൻറ്റു b⁻m എന്ന് പറഞ്ഞാൽ എന്താണ്? ab റൈസ് ടു m എന്നാണ് അല്ലേ? യെസ്. അപ്പോൾ ഇങ്ങനെ എഴുതാം. ഇവിടെ രണ്ടും പവർ സെയിം ആണല്ലേ? ഇവിടുത്തെ പോലെ m. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇതിനെ 27 × 4 the whole raised to 11 എന്ന് എഴുതാം. 27 × 4 എത്രയാണ് മക്കളെ? 108 അല്ലേ? അപ്പോൾ ഫൈനലി ആൻസർ നമുക്ക് എന്ത് എഴുതാം? 108 the whole raised to 11 എന്ന് എഴുതാം. എത്ര സിമ്പിളാണല്ലേ?